സമരം ശക്തമാക്കാൻ തന്നെയാണ് പ്ലാച്ചിമട സമരസമിതിയുടെ ഐക്യദാർഢ്യ സമിതിയുടെയും തീരുമാനം. LDF സർക്കാർ ജനങ്ങളെ വഞ്ചിച്ചു, പ്രകടന പത്രിക വാഗ്ദാനം വഞ്ചിച്ചു, നഷ്ടപരിഹാരം ഈടാക്കിയില്ല. UDF സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുന്നു. അന്നത്തെ പ്രതിപക്ഷ നേതാവെന്ന് മുഖ്യമന്ത്രിയാണ്. ഇതിൽ ഇച്ഛാശക്തിയോടുകൂടി ജനങ്ങൾക്ക് നീതി നടപ്പിലാക്കുമെന്ന് അവർ പ്ലാച്ചിമട സമരപ്പന്തലിൽ അദ്ദേഹം വന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ പ്രകടന പത്രിക നൽകുന്ന സമയത്തും മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞിരുന്നു. പാലക്കാട്ടിലെ പൗരസമൂഹത്തിൻ്റെ കൂട്ടായ്മയിലും അദ്ദേഹം പ്രതിപക്ഷ നേതാവായി വരുന്നപ്പോൾ വ്യക്തമായി പറഞ്ഞു പ്ലാച്ചിമടക്കാർക്ക് നീതി നടപ്പിലാക്കും എന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സർക്കാർ അധികാരത്തിൽ വന്ന് 3 മാസം തികയുകയാണ്. അതുകൊണ്ട് പ്ലാച്ചിമടക്കാർക്ക് നീതി നടപ്പിലാക്കണം. ജനങ്ങളെ വഞ്ചിച്ച് കൊക്കോകോള അവർക്ക് കൊടുത്ത സ്ഥലം, ഈ കൊക്കോകോള കമ്പനിയുടെ 38 ഏക്കർ സ്ഥലം ഒന്നാം ഘട്ടമായി ഇവിടെ ഭൂമിയില്ലാത്ത, കുടിയിരിപ്പിന് ഭൂമിയില്ലാത്ത, കൃഷിപ്പണിക്ക് ഭൂമിയില്ലാത്ത ആദിവാസി കുടുംബങ്ങൾക്ക്, ഇരകൾക്ക് ആദ്യമായി ഒന്നാം ഘട്ടമായി അത് ജനങ്ങൾക്ക് വിതരണം ചെയ്യണം. ഇപ്പോൾ സർക്കാരിൻ്റെ കയ്യിലാണ്. ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയാണ്, കൊക്കോകോള നഷ്ടപരിഹാരത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയാണ് ഈ സ്ഥലം സർക്കാരിന് പ്രീ സറണ്ടറി ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അത് ശക്തർ വളരെ ഗൗരവമായി നിലപാടെടുത്ത് ജനങ്ങൾക്ക് പതിച്ചു കൊടുക്കണം. രണ്ടാം ഘട്ടം നിയമപരിരക്ഷയോടുകൂടി പ്ലാച്ചിമട നഷ്ടപരിഹാര ബിൽ, ട്രിബ്യൂണൽ ബില്ല് 4 കുറ്റങ്ങൾ ചെയ്തതായി തന്നെയാണ് ഉന്നതാധികാര കമ്മീഷൻ കണ്ടെത്തിയിട്ടുള്ളത്. ആ അടിസ്ഥാനത്തിൽ ആ 4 കുറ്റങ്ങൾക്ക് ശിക്ഷയാണ്. കുറ്റവാളിയെ ശിക്ഷിക്കേണ്ടത് ജനാധിപത്യ മര്യാദയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 216 കോടി രൂപ, 26 ലക്ഷം ഉറുപ്പിക ജനങ്ങൾക്ക് നഷ്ടപരിഹാരമായിട്ടുള്ള ബില്ല്. അത് സംസ്ഥാന സർക്കാരിൻ്റെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് നടപ്പിലാക്കുവാൻ പ്രതിബദ്ധതയോടുകൂടി ഈ സർക്കാർ മുന്നോട്ട് വരണം. മുന്നോട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ ശക്തമായ സമരം പ്ലാച്ചിമട മാത്രമല്ല സെക്രട്ടേറിയറ്റിലേക്കും ഈ സമരം നീങ്ങും. ഇപ്പോൾ നിലവിൽ ഈ പ്ലാച്ചിമടയിൽ ഇങ്ങനെ വെള്ളം കിട്ടാത്ത അങ്ങനത്തെയുള്ള സ്ഥിതിയൊക്കെ തന്നെ ഉണ്ടോ? ഇപ്പോൾ വെള്ളം കിട്ടാത്ത സ്ഥിതിയില്ല. ഇപ്പോൾ പൈപ്പ് കലക്ഷൻ ഉണ്ട് എല്ലാ കുടുംബങ്ങളിലും. പക്ഷേ 2 മാസത്തെ ബില്ലടയ്ക്കണം. ഇവിടുന്ന് വെള്ളം കിട്ടുന്നില്ല. ഇവിടുത്തെ കിണറ്റിലെ കാഴ്ചയ്ക്ക് നല്ല വെള്ളമാണ്, പക്ഷേ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. മലിനമായ വെള്ളമാണ്. മറ്റെന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ നേരിടുന്നത്? ഇവിടെ എന്ത് നേരിടുന്നു പറഞ്ഞാൽ, ഞങ്ങൾ ഇപ്പോൾ 2002 തന്നെ ഈ കൊക്കക്കോള സമരം തുടങ്ങിയിട്ട് 25 വർഷം തികയാൻ പോവുകയാണ്. ഈ LDF സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഈ പ്ലാച്ചിമടയ്ക്ക് വേണ്ടി 2-3 പ്രാവശ്യം ഞങ്ങൾ പോയി മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ പോയിരുന്നായിരുന്നു. അപ്പോൾ ഈ പ്ലാച്ചിമട കാര്യങ്ങൾ ഞങ്ങൾ പരിഹാരം കാണും എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് ഈ നിയമസഭയിൽ തന്നെ ഈ പ്ലാച്ചിമട ഇരകൾക്ക് തന്നെ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല. 216 കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് പറഞ്ഞ് കേരള നിയമസഭയിൽ തന്നെ ഉറപ്പിച്ച് പറഞ്ഞിട്ടും ഇതുവരെ ഇവിടുത്തെ ജനങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ നിലവിൽ ഇവിടുത്തെ ഒരു പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളാണ്. ഞങ്ങളുടെ ജീവിതം തന്നെ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. പ്ലാച്ചിമട സമരത്തെ ഞങ്ങൾ നേരിട്ട് ഉണ്ട്. 25 വർഷങ്ങളായിട്ട് ഈ സമരം നടത്തിയിട്ടും ഇതുവരെ ഞങ്ങൾക്ക് യാതൊരു ആനുകൂല്യമായിട്ട് ഈ ട്രിബ്യൂണൽ ബില്ല് തന്നെ പാസ്സാക്കിയ ബില്ല് തന്നെ ഞങ്ങൾക്ക് അനുവദിച്ച് കിട്ടിയ ആ ബില്ല് ഞങ്ങളുടെ കൈകളിൽ എത്തിയിട്ടില്ല. വാഗ്ദാനങ്ങൾ കൊടുത്ത സർക്കാർ ഞങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതം പല ഭാഗങ്ങളിലും, ബാങ്കുകളിലും പല ഭാഗത്തും ലോൺ തന്നെ അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞങ്ങളുടെ ജീവിതം. നിലവിലെ ഇവിടുത്തെ സ്ഥിതി ഏതായാലും നഷ്ടപരിഹാര തുക ലഭിക്കുന്നത് വരെ സമരം തുടരാനും, അതല്ലെങ്കിൽ സർക്കാർ നേരത്തെ മുഖ്യമന്ത്രിക്ക് VD സതീശന് കെട്ടിവെക്കാനുള്ള തുക നൽകിയതുപോലും പ്ലാച്ചിമട സമരസമിതിയാണ്. അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു നീതി പ്രതീക്ഷിക്കുന്നുണ്ട്. ആ നീതി ഉണ്ടായില്ലെങ്കിൽ കൂടുതൽ ശക്തമായ സമരത്തിലേക്ക് കടക്കാൻ തന്നെയാണ് പ്ലാച്ചിമട സമരസമിതിയുടെ തീരുമാനം.